ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് അടിപൊളി കുറച്ച് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാനാ, ഇന്ന് മത്തി വറക്കാൻ വേണ്ടി പോവുകയാണ്. മത്തി പൊരിക്കുക, വറക്കുക, അങ്ങനെയൊക്കെ പല ഇത് പറയും. ഇന്ന് നമ്മൾ മത്തി വറക്കാൻ പോവുകയാണ്. നല്ല ക്ലീൻ ചെയ്ത് നല്ലതുപോലെ വരഞ്ഞ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം എനിക്ക് ഇച്ചിരി സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാവർക്കും അത് ഇഷ്ടമാവില്ല, അധികം സ്പൈസി ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് മുരിഞ്ഞ് നല്ല സ്പൈസി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസ്റ്റാണ് കുരുമുളക് പൊടി ഇടുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ചേർത്തില്ലെങ്കിലും ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഗൈസ്. എന്നിട്ട് ഇത് നല്ലതുപോലെ വെള്ളമോ എണ്ണയോ അങ്ങനെയൊന്നും മിക്സ് ചെയ്യേണ്ട. ചിലർ എണ്ണ വെച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാക്കും. ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, അതങ്ങനെ തന്നെ ആ മീനിലുള്ള വെള്ളം വെച്ചിട്ട് തന്നെ നല്ലതുപോലെ അതിലേക്ക് അതിൻ്റെ ആ വരയിലേക്കൊക്കെ കയറുന്ന രീതിയിൽ നല്ലതുപോലെ കുറച്ച് നേരം കൈ വെച്ചിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതുണ്ടല്ലോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇതിലെല്ലാം പിടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു ഹാഫ് ആൻ അവറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മത്തിക്കൊട്ടന്മാരെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക. നമ്മൾ സ്കൂളിലൊക്കെ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അടുങ്ങി നിൽക്കില്ലേ, വരിയായിട്ട്. ഇന്ന് പറയുന്ന പോലെ അടുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്ത്, ചിലർക്ക് അങ്ങനെ അധികം ഒരു മൊരിഞ്ഞു വരുന്ന ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് മൊരിഞ്ഞു വരുന്ന ഇഷ്ടം കേട്ടോ. ആ ഒരു നല്ല മൊരിഞ്ഞെടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെ അത് മതി, വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ആ മസാല കൂട്ടി തന്നെ തിന്ന ഒരു പ്ലേറ്റ് ചോറ്. ഇത് അടിപൊളിയായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്നത് മത്തി ഒന്ന് വറുത്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും നമ്മൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഒരു കുഞ്ഞു ചാനലാണ്, എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.